നക്കല് വായിച്ച് ബോധ്യപ്പെട്ടല്ലോ അല്ലേ? എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഇല്ല സർ. എനിക്ക് വസ്തു വാങ്ങുന്ന ആളെ വിളിച്ചോളൂ. സാർ. സാർ, അകത്തേക്ക് വിളിക്കാം. എന്താ രാജ സാറേ, ഈ കാർഡ് മുഴുവൻ വാങ്ങിച്ചു കൂട്ടുവാണോ? അങ്ങനെയൊന്നുമില്ല സാർ, ഇത് ഞാൻ ഇവരെ സഹായിക്കാനായിട്ട് വാങ്ങുന്നതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതൊന്നുമല്ല, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അപ്പോ ഇരു കൂട്ടർ ഒപ്പിട്ടോളാം. തുകയൊക്കെ കൈപ്പറ്റിയല്ലോ അല്ലേ? കിട്ടി സർ. എന്നാ പിന്നെ ശരി, ഓക്കെ. സർ, ഞങ്ങൾക്കൊരു സഹായം കൂടി ചെയ്യണം. പറയുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും വീടൊഴിയാൻ 1 മാസത്തെ സാവകാശം കൂടി ഞങ്ങൾക്ക് തരണം. അയ്യോ, ഒരു ധൃതിയും വേണ്ട. 1 മാസം എന്ന സമയം വെക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം എടുത്തോളൂ. നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത്. പോലീസിനെയും കൂട്ടി വേണം സ്വർണ്ണമ്മയ്ക്ക് പണം കൊടുക്കാൻ പോവാൻ. മുഴുവനും അങ്ങ് കൊണ്ട് കൊടുത്തേക്കരുത്. 3 ലക്ഷം മാറ്റി വെച്ചിട്ട് വേണം കൊടുക്കാൻ. അവർക്ക് കൊടുക്കാനുള്ളത് 11 ലക്ഷം അല്ലേ? ചേച്ചിയെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ അതും ചെയ്തെന്ന് വരും. നന്മമരമല്ലേ? ഇത്രയും ദ്രോഹിച്ച ഭദ്രനെ വെറുതെ വിടണമെന്ന് വരെ പറഞ്ഞ ആളാ. നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിടാം. അല്ല സാറേ, ഞങ്ങള് സ്കൂട്ടറിലാ വന്നത്. അത് വേണ്ട, പണവുമായിട്ട് സ്കൂട്ടറിൽ പോകണ്ട. അവിടെ നിന്ന് പോകാൻ പിന്നെ പോലീസ് ഉണ്ടാവല്ലോ. ഒരു കാര്യം ചെയ്യ്, ദേവിക സ്കൂട്ടറിൽ വരട്ടെ. ചേച്ചി, ഞാൻ ചെല്ലട്ടെ. എല്ലാം കഴിഞ്ഞു മോളെ. കഴിഞ്ഞമ്മേ. മുത്തശ്ശന് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യാനോ മോളെ? എനിക്ക് സങ്കടമില്ലെന്നാണോ? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. മോഹനേട്ടന്റെ സ്വപ്നമാണ് ഞാൻ തകർത്തത്. മറച്ചു കെട്ടി മഴ നനയാതെ കിടക്കാൻ ഒരിടം. കോൺക്രീറ്റ് വാർത്തപ്പോ മോഹനേട്ടൻ പറഞ്ഞത് അങ്ങനെയാ. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. 1 കൊല്ലത്തിനകം ഒരു 2ാം നില ഞാൻ കേട്ടു. മുകളിൽ വേണം ഞങ്ങളുടെ ബെഡ്റൂം. പിള്ളേർക്ക് 2 താഴെ. അവർക്ക് കൂട്ടിനായിട്ട് അച്ഛനൊരു മുറി താഴെ. എല്ലാം പോയില്ലേ? എന്തിനാ പറഞ്ഞു നിന്നെയും കൂടി കരയിക്കുന്നത്? എന്നാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ആ വൃത്തികെട്ടവന്റെ കൂടെ നിന്നെ പറഞ്ഞയക്കേണ്ടി വന്നില്ലല്ലോ. എല്ലാം സഹിച്ച് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയല്ലേ മോളെ. നിനക്ക് അല്ല, നിങ്ങൾക്ക് രണ്ടിനും നല്ലൊരു ജീവിതം. അതിലെങ്കിലും എന്റെ വാശി നടക്കണം. എന്തായാലും വീടിന്റെ കടം തീർക്കാനെന്ന് പറഞ്ഞ അമ്മ ഇനി അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. ഇങ്ങ് പോരെ. അമ്മ ഒപ്പം ഉള്ളപ്പോ കരയാനെങ്കിലും ഒരു കൂട്ടുണ്ടാവുമല്ലോ. ഞാൻ ഫോൺ വെക്കുക, പിന്നെ വിളിക്കാം.
മുത്തശ്ശ, ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം എനിക്കവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതാ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ നിന്റെ കണ്ണീര് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോളെ. മുത്തശ്ശ, സാരമില്ല മോളെ, വാ നമുക്ക് പോകാം. എന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്? എന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കയറ്റാനാണോ പരിപാടി? നിങ്ങൾക്ക് തരാനുള്ള മുഴുവൻ പണവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇടപാട് തീർത്തെന്ന് പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞാ ഇടപാടൊന്നും തീരില്ല. അത് കൊള്ളാലോ. നിങ്ങൾ തന്നതിന്റെ 3 ഇരട്ടി പണം പലിശയായി തന്നു കഴിഞ്ഞു. ഇനി മുതൽ പോലും കൊടുക്കണ്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചില്ലേ എസ് ഐ സാറ് പറഞ്ഞത്? എന്നിട്ടും പണം കൊണ്ടുവന്നത് ഞങ്ങളുടെ മര്യാദ. ഇതങ്ങോട്ട് വാങ്ങിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് എൻ്റെ മോനും ഇവരുടെ അമ്മയും വാങ്ങിയ മുഴുവൻ തുകയുമുണ്ട്. അങ്ങനെയൊന്നും ഇടപാട് തീരില്ല. പലപ്പോഴായിട്ട് നിങ്ങളുടെ മകൾ സുലോചന എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അതാര് തരും? അതൊക്കെ ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണ്ടേ? അതുകൊണ്ട് അതേക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ ഇടപാടുകൾ മുഴുവൻ തീർത്തെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അതല്ല ഇനിയും ന്യായം പറഞ്ഞ് നിൽക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങളെ കൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. എന്താ അത് വേണോ? കൂട്ടിന് ലോക്കപ്പിൽ മോനും ഉണ്ട്. പ്രമാണമല്ലാതെ എന്തോ പ്രോമിസറി നോട്ടോ ചെക്കോ സ്റ്റാമ്പ് പേപ്പറോ ഉണ്ടെന്നല്ലേ ദേവി ടീച്ചർ പറഞ്ഞത്. വേഗം പോയി എടുത്തിട്ട് വാ. വേഗം വേണം, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ശരി കൂടെ ചെല്ല്. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ശരി. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? പലിശയ്ക്ക് പണം കൊടുക്കുന്നതിന് ക്രിമിനൽ കുറ്റമാണ്. മാഡം പറഞ്ഞതല്ലേ ഇനി ഇവർക്കൊന്നും കൊടുക്കരുതെന്ന്. പലിശയ്ക്കെന്ന് പറഞ്ഞിട്ട് തന്നെയാ പണം വാങ്ങിയത്. എന്നിട്ടത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ, സുലോചന ആന്റി വാങ്ങിയ പണം കൂടി കൊടുക്കണമെന്ന്. ഞങ്ങളറിയാതെ ആന്റി അങ്ങനെ പണം വാങ്ങിക്കില്ല. ഇതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും തീർന്നു. ഇനി എന്റെ മോനെതിരായിട്ട് നീ കൊടുത്ത പരാതി പിൻവലിക്കണം. ഇനി അച്ഛൻ ഒപ്പിട്ട 2 ചെക്കുകളുണ്ടല്ലോ, അതുകൂടെ വേണം. അതിന് ഒപ്പിട്ട് തന്ന നിന്റെ തന്ത ചത്തിട്ട് കൊല്ലം എത്രയായി? ഇനി എന്തിനാ ചെക്ക്? അതും തന്നേ പറ്റൂ. പിന്നെ ഇടപാട് തീർന്നു വാക്കാ പറഞ്ഞ പോരാ, എഴുതി ഒപ്പിട്ട് തരണം. ആ, അതൊക്കെ തരാം. എന്റെ മോനെതിരായി കേസ് പിൻവലിക്കുന്ന കാര്യത്തില് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, കേസ് പിൻവലിക്കില്ല. എത്ര തവണ നിങ്ങളുടെ അവന്റെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞു ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന്. ഒരു മനസാക്ഷിയും കാണിക്കാതെ ഞങ്ങളോട് അങ്ങനെ പെരുമാറിയ അവൻ ജയിലിൽ കിടന്ന് നരകിക്ക് തന്നെ വേണം. ഇടി നിന്നെ ഞാൻ കയ്യാങ്കളിയും ഭീഷണിയൊന്നും വേണ്ട. മര്യാദയ്ക്ക് ചെക്കെടുത്തുണ്ടോ? അതിനി ഇവിടെ ഉണ്ടോന്ന് ആർക്കറിയാം? കൊല്ലം 3-4 പിന്നെ അന്ന് പോലീസുകാരിവിടെ കയറി വന്ന എന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാ എടുത്തോണ്ട് പോയെന്ന് എനിക്കറിയില്ല. എനിക്കിത്തിരി സമയം വേണം. കുഴപ്പമില്ല, നിന്റെ മോൻ ഞങ്ങളുടെ കസ്റ്റഡി തന്നെ അല്ലേ. എന്നെങ്കിലും അവൻ വെളിച്ചം കാണണമെങ്കിൽ അത് കോടതി തീരുമാനിക്കണം. മോളെ, എന്റെ മോനെതിരായി കൊടുത്ത പരാതി മോള് പിൻവലിക്കണം. ഒന്നുമില്ലേലും നിന്നെ എന്റെ സകല സ്വത്തിന്റെ അവകാശിയാക്കി എന്റെ മരുമോളാക്കാൻ നോക്കിയവളല്ലേ ഞാൻ. അതെങ്കിലും നിനക്കൊന്ന് ഓർത്തൂടെ? എന്റെയും മുത്തശ്ശനെയും അനീഷേട്ടനെ ഉപദ്രവിച്ചതിനും
ബലമായി എന്നെ കല്യാണം കഴിക്കാൻ നോക്കിയതിനുമാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അതങ്ങനെ പെട്ടെന്നൊന്നും പിൻവലിക്കാൻ പറ്റില്ല. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞങ്ങളുടെ വീട്. അച്ഛനെ അടക്കം ചെയ്ത മണ്ണ. അതെല്ലാം വിറ്റിട്ടാണ് നിങ്ങളുടെ കടം തീർത്തത്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. മുത്തശ്ശ പോ മാമോളെ. ചെല്ലടി ചെല്ല്. എന്നെ എൻ്റെ മോനെയും പിണക്കി നീയൊക്കെ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും അതെനിക്കൊന്ന് കാണണം. ഇവള് ഋഷിയുടെ വീട്ടിലോ? ഇതിപ്പോ എന്തിന്? അത് ശരി, ഋഷി എന്നെ പറ്റിക്കാണല്ലേ? നാണമില്ലേ ഇയാൾക്ക് ഇങ്ങനെ ഇവിടെ വിട്ട് കൊഞ്ചിക്കൊഴേ? തിന്നെ വിട്ടാ ശരിയാവില്ല. ഇപ്പൊ തന്നെ ചോദിക്കണം. ഹലോ, ഓ എത്തിയോ പരാതിപ്പെട്ടി? എവിടെയായിരുന്നു? ഫോൺ വിളിച്ച എടുക്കില്ല, തിരിച്ചൊന്നും വിളിക്കുകയില്ല. ഇവിടെ നടന്നിരുന്നു അറിഞ്ഞില്ലല്ലോ. ഇതാണോ വലിയ സ്നേഹവും കെയറെന്നൊക്കെ പറഞ്ഞത്? വന്നില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. ഞാനേ പറഞ്ഞതൊക്കെ പിൻവലിക്കാനാ വന്നത്. ഇത്തരത്തിലൊരു വുമനൈസറെ ഇഷ്ടമാണെന്ന് പറഞ്ഞതേ ഞാൻ അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുക. ഇനി എനിക്കും ഋഷി സാറിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി മേലാൽ എന്നെ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. വുമണൈസറോ? ഞാനോ? കൊള്ളാലോ, എനിക്ക് എന്നെ കുറിച്ച് ഇത് പുതിയ അറിവാ. എത്ര തവണ വിളിച്ചു എന്നറിയോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പിണങ്ങിയിരുന്നോളൂ. കൂടുതൽ വർത്താനൊന്നും വേണ്ട. ഓ, ആളെ മനസ്സിലാക്കാനേ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരുത്തിയെ വീട്ടിൽ കയറ്റുന്നു, പിടിച്ചടുത്തിരുത്തുന്നു. ഓ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ജിത എന്റെ അനിയത്തിയാണെന്ന്. അവൾ കുടുപ്പ് വാങ്ങി കൊടുത്തപ്പോഴേ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. എനിക്ക് നിങ്ങളുടെ തോളി പിടിച്ച് നടക്കേണ്ട അവസ്ഥയൊന്നുമില്ല. വലിയ പ്രസന്റേഷൻ തന്നാ ഞാനെന്താ അതിൽ മയങ്ങി വീഴുമെന്ന് വിചാരിച്ചോ? അതൊക്കെ അവള് അഞ്ജിത. അവൾക്ക് നിങ്ങളുടെ പണവും സ്വത്തും കാറും ഒക്കെ കണ്ടാലേ ചിലപ്പോ പ്രേമിക്കാൻ തോന്നും. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അഞ്ജിതയോടാണ് ഇഷ്ടമെങ്കിലേ അത് ആദ്യം അങ്ങ് പറഞ്ഞ പോരായിരുന്നോ? പിന്നെ ഞാൻ ഈ വഴിക്കേ വരില്ലായിരുന്നു. ആ ഗതികേടൊന്നും എനിക്കില്ല. ഓ, എന്തൊക്കെയായിരുന്നു ഡയലോഗടിയും വാചകടിയും. കാറിൽ നിന്നിറങ്ങിയ ആൾക്ക് ഒരു കൺട്രോളും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നോ? ഓ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായോ? ഞാൻ വിളിച്ചതൊന്നും അല്ല, അവരമ്മയും മോളും കൂടെ ഇങ്ങോട്ട് ഇടിച്ചേറി വന്നതാ. ഞാനന്ന് വല്ലാത്തൊരു മൂഡിലായിരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ പോയി. പിന്നെ നിന്നെക്കുറിച്ച് ഇല്ല, ഞാനത് പറയുന്നില്ല. കഴിഞ്ഞ 2-3 ഡേയ്സ് എനിക്കൊരു ബോധമില്ലായിരുന്നു. പോവാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവരകത്ത് കയറി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരുന്നു. അതല്ലാതെ ഞാൻ അവളോട് ഒറ്റയ്ക്കൊന്നും സംസാരിച്ചത് പോലുമില്ല. നോക്ക്, കണ്ണ് തുറന്നു നോക്ക്. ഇതേ ഇവളെ എനിക്ക് മാത്രം അയച്ചതൊന്നും അല്ല, ഇന്റർനെറ്റില് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാണാത്തവരായിട്ട് ആരും കാണില്ല. ഓ, സംസാരിച്ചില്ല പോലും.
ഇത് പിന്നെ എന്താ ചേർന്നിരിക്കുന്നു കൊഞ്ചിക്കൊഴയുന്നു എന്തൊക്കെ കോപ്രായങ്ങളാ. ഛേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുടിച്ചിരുന്നു. അതിന്റെ കൂടെ മെന്റലി ഡിസ്റ്റർബ്ഡ്. പിന്നെ നിന്റെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞിരുന്നത്. കൂടെ നിന്റെ അല്ല അഞ്ജിതയുടെ അമ്മയുണ്ടായിരുന്നു. അവരായിരിക്കണം ഈ ഫോട്ടോ എടുത്തത്. കൊള്ളാലോ നിന്റെ റിലേറ്റീവ്സ് ഒക്കെ. മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അടുത്തേക്ക് വലിഞ്ഞേറി വന്നിട്ട്. സത്യമായിട്ട് ഞാനിത് അറിഞ്ഞില്ല. ഈ ഫോട്ടോ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. വല്ലപ്പോഴും കുടിച്ചിരുന്ന ഞാനിപ്പോ മുഴു കുടിയനായി മാറി. അതിന് കാരണക്കാരി നീയാ. ഞാൻ പോവാ. നിക്ക്. ഓ, അത്രയ്ക്ക് വലിയ മാന്യതയൊന്നും നിനക്ക് വേണ്ട. കുറെയൊക്കെ ഞാൻ അറിഞ്ഞു. വലിയ പവിത്രത പറയുന്നു. എന്തായിരുന്നു രവിയായിട്ടുള്ള റിലേഷൻ? അവനെല്ലാം പറഞ്ഞു. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കുറെ നാൾ താമസിച്ചതെല്ലാം. അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. എന്നെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞുണ്ടല്ലോ. ആരെന്നൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും ഓരോന്നൊക്കെ പറയുന്ന കേട്ടിട്ട് ഇപ്പൊ എന്നാ എന്റെ കൂടെ വാ. രവി അവന്റെ അണപ്പല്ല ഞാൻ അടിച്ചു തെറിപ്പിക്കും. ആരെ കുറിച്ച് ഒന്നും പറയാത്ത നിലയിൽ അവന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. വാ. അവൻ പറഞ്ഞു എന്ന് കരുതി ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇനിയൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ എല്ലാം മനസ്സിലാക്കി തരാം. വാ ഇങ്ങോട്ട്. ഞാൻ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ഡ്രസ് ഒന്നും മാറണ്ട, ഇതൊക്കെ മതി. ഇങ്ങോട്ട് മതി. വാ. ഞാൻ ആദ്യം രവിയെ ഫോണിൽ വിളിച്ച് പുറത്തേക്ക് വരാൻ പറയാം. ഋഷി സാറ് ഇറങ്ങി ഒന്ന് മാറി നിന്നാ മതി. ഞങ്ങള് സംസാരിക്കുന്ന എന്താന്ന് സാറിനെ കേൾക്കാലോ. എന്നിട്ട് വന്നാ മതി. ഓക്കെ. ഓക്കെ. ഹലോ ഗോപിക. രവി ഒന്ന് ഓഫീസിന് പുറത്തേക്ക് വരാവോ? എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനാ. അതിനെന്താ, അകത്തേക്ക് വാ. അത് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സംസാരിക്കാനുള്ള കാര്യം തികച്ചും സ്വകാര്യോ. പ്ലീസ്. ഞാൻ വരാം. എന്താ രവി സാറേ, സാറിന് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ ഓഫീസിൽ വന്നപ്പോ മുതല് രവി സാറിനെ കാണുന്നുണ്ട്. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ പോലും പണം കടം വാങ്ങിയിട്ടില്ല. നല്ല ഫ്രണ്ട്ഷിപ്പ് തകരുന്നത് അതിനിടയിൽ സാമ്പത്തിക ഇടപാട് വരുമ്പോഴാ. എന്റെ ഓർമ്മയില് അങ്ങനെ ഒരു ഇടപാട് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടോ സാറേ? ഇതെന്താ താൻ എന്നെ സാറിനൊക്കെ വിളിക്കുന്നത്? നമ്മൾ അങ്ങോട്ടേക്കോട്ട് പേരല്ലേ വിളിച്ചോണ്ടിരുന്നേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം സാർ. ഇല്ല, ഞാൻ തനിക്ക് കാശും തന്നിട്ടില്ല. എനിക്ക് ഇന്ന് വരെ രവി എന്റെ നല്ല ഫ്രണ്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്താ അങ്ങനെയല്ലേ? എന്തപ്പോ അല്ലാന്ന് തോന്നാൻ? ഋഷി സാർ എന്തെങ്കിലും പറഞ്ഞോ? നമുക്കിടയിൽ എന്തിനാ ഋഷി സാറിനെ കൂടി ഉൾപ്പെടുത്തുന്നേ? നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാ. ഇന്നും അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഈ ഋഷി സാർ ഉണ്ടല്ലോ, സാറിന് മറ്റെന്തോ ചില ഉദ്ദേശമുണ്ട്. എന്നെയും രവി സാറിനെയും ചേർത്ത് അനാവശ്യം പറഞ്ഞുണ്ടാക്കേണ്ട കാര്യം ഋഷി സാറിനുണ്ടോ? അതാ ഞാൻ ഋഷി സാറിനെയും കൂടി ഒപ്പം നിർത്തി സംസാരിക്കുന്നത്. അല്ല, നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. ഇനി ഋഷി സാറിന് എന്നെ ഒഴിവാക്കണമെങ്കിൽ ആയിക്കോട്ടെ. എനിക്കൊരു വിഷമമില്ല. അതിന് വെറുതെ എന്നെ കുറിച്ച് അപവാദം പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഗോപിയെ, ഞാൻ പറഞ്ഞത് സത്യം. രവി എന്നോട് പറഞ്ഞതാണ്. പറയൂ രവി, നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഉണ്ടായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്തിനാ ഋഷി സാറെ ഇങ്ങനെ വെറുതെ കള്ളത്തരം പറയുന്നേ? രവി സാർ ഒരിക്കലും എന്നെ പറ്റി അങ്ങനെ പറയില്ല. ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും അടുപ്പമുള്ളതായിട്ട് എന്റെ പെരുമാറ്റത്തിൽ നിന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഋഷി സാറെ, ഞങ്ങള് സാധാരണക്കാരാ.
ഒരേ ഓഫീസില് നല്ല സൗഹൃദത്തോടെ ജോലി ചെയ്യുന്നവര്. ആവശ്യമില്ലാത്തത് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ തെറ്റിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ ഒഴിവാക്കിക്കോ. അഞ്ജതയാണ് എന്നെക്കാളും സാറിന് പറ്റിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കെന്ന്. ഋഷി സാർ, ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചതാ. ഗോപികയും ഞാനും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഞാൻ പക്ഷേ ഗോപിയെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലാതെ പോയി. ഋഷി സാറുമായി ഗോപിക എടുത്ത എനിക്ക് ഗോപിയെ നഷ്ടപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ തമ്മിൽ തെറ്റിച്ച സൗകര്യം പോലെ എന്റെ സ്നേഹം തുറന്നു പറയാലോ എന്ന് കരുതി. താനൊക്കെ ഒരു ആണാണോ? ഒരു പെണ്ണിനോട് അടുപ്പം തോന്നിയാ തുറന്നു പറയാനുള്ള ആംബിയറെങ്കിലും കാണിക്കണം. അതല്ലാതെ ഞാനും അവളുമായിട്ട് മറ്റൊരു റിലേഷനാണ്, അവളുടെ മുതുകിൽ കറുത്ത മറുകൊണ്ട്. ഛേ, ഒരാൾ ഇത്രയും അധപതിക്കാൻ പാടുണ്ടോ? വേണ്ട സാറേ, ഒന്നും വേണ്ട. ഞാൻ അറിഞ്ഞില്ല ഇയാൾ ഇത്തരക്കാരനാണെന്ന്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ ഇത്രയ്ക്ക് ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആരാടോ തന്നോട് പറഞ്ഞത് എന്റെ പുറത്ത് മുറകൊണ്ടെന്ന്?